അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വീഡിയോയിൽ കൂടി തോയിഫ് എന്ന നാട്ടിൽ ഇസ്ലാമിന്റെ പരിവർത്തനം ഉണ്ടാകാനുണ്ടായിരുന്ന സാഹചര്യങ്ങളെ കുറിച്ച് മാത്രമാണ് വിശദീകരിക്കുന്നത്. താല്പര്യമുള്ള ആളുകൾ പൂർണ്ണമായിട്ടും വീഡിയോ കാണുക. ചരിത്രങ്ങളും മറ്റുമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സഹകരിച്ചാൽ ഒന്നും കൂടെ ഹാപ്പിയാകും. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചരിത്രത്തിലേക്ക് കടക്കാം. കൂട്ടുകാരെ, തോയിഫിനെ കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വേദനിച്ചുകൊണ്ട് പ്രയാസം അനുഭവിച്ചുകൊണ്ട് നടത്തിയൊരു യാത്രയെക്കുറിച്ച് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ഹിസ്റ്ററികളിലെല്ലാം പരിശോധിച്ചാൽ കാണാൻ കഴിയും. അത് തോയിഫിലേക്കായിരുന്നു. അവിടുത്തെ പ്രിയതമയായിരുന്ന ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ വിയോഗവും മഹാനായ അബൂ ത്വാലിബ് തങ്ങളുടെ വിയോഗവും അടുത്തടുത്ത വിയോഗങ്ങളായിരുന്നു. ആ രണ്ട് വിയോഗങ്ങളിൽ മനസ്സ് പൊട്ടിയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഖീഫ് ഗോത്രം എന്ന ആ പ്രിയപ്പെട്ടവരുടെ ഫാമിലിയിൽപ്പെട്ട ആളുകൾ തന്നെ ചേർത്തു പിടിക്കുമോ എന്നുള്ള ഒരു ആശയോടുകൂടെ തോയിഫിലേക്ക് നടന്നു നീങ്ങുകയും അവിടത്തെ മർദ്ദിക്കുകയും പ്രയാസത്തോടുകൂടെ നബി തങ്ങൾ അവിടുന്ന് തിരിച്ചു വരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ പല തവണയായിട്ട് ആവർത്തിച്ചതാണ്. അതുകൊണ്ട് അന്ന് തോയിഫിലുള്ള ആളുകളുടെ ഹിസ്റ്ററി അങ്ങനെയായിരുന്നുവെങ്കിൽ പിന്നീട് കാലങ്ങൾ കടന്നു. അവർക്കിടയിൽ വലിയ സുസമ്മതനായ വ്യക്തിയായിരുന്നു മഹാനരാകുന്ന ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹു. സഖീഫ് ഗോത്രക്കാരനാണ് അദ്ദേഹം പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ഹിജറയുടെ 8ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഫത്ഹ് മക്ക വിജയത്തിലൂടെ ലോകത്തിലുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് വർദ്ധിച്ചുകൊണ്ടിരുന്നു. എത്രത്തോളം പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ കൂട്ടമായിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരും. അങ്ങനെ കടന്നു വന്നു മക്കയിലുള്ള സർവ്വരും മുസ്ലിമായി. പല പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പക്ഷെ തോയിഫുകാർ അന്നവിടെയുള്ള ഗോത്രമായിരുന്നു സഖീഫ് ഗോത്രം. ഒരു ഗോത്രത്തിന്റെ പേരാണ് സഖീഫ്. ഈ ഗോത്രക്കാർ അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല എന്ന് മാത്രമല്ല, അതുകാരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഒരു ചെറിയ രീതിയിൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അവരുമായിട്ടുള്ള ഉപരോധത്തിൽ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരാത്തത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപരോധം നിർത്തിയിട്ട് തിരിച്ചു വരികയാണ്. ആ സമയത്ത് തങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹു മഹ്ദി സഖീഫ, ഈ സഖീഫ് ഗോത്രത്തിന് ഹിദായത്ത് കൊടുക്കണേ നാഥ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് ആ ഉപരോധത്തിന്റെ വാർത്ത അറിഞ്ഞുകൊണ്ടാണ് ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി തങ്ങൾ യമനിൽ നിന്ന് തന്റെ നാട്ടിലേക്ക് എത്തിയപ്പോൾ ഈ വാർത്ത അറിഞ്ഞു. അങ്ങനെ ഈ വാർത്ത അറിഞ്ഞ ഉർവത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേടി ഇറങ്ങിയിട്ട് മദീനയിലേക്ക് തങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ തങ്ങളെ തേടി പിടിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ ഞാൻ മുസ്ലിം ആകാൻ ആഗ്രഹിച്ചിട്ട് വന്നതാണ്, തങ്ങളെ ചേർത്ത് പിടിക്കണം. ആ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്നിൽ ആ പ്രിയപ്പെട്ടവർ മുസ്ലിം ആവുകയാണ്. അങ്ങനെ ഉർവ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങളെ ഞാൻ എൻ്റെ നാട്ടുകാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ തങ്ങൾ പറഞ്ഞു, വേണ്ട, ഇന്നഹും ഖാതിലൂക്ക്, അവരിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവർ വിവേകമില്ലാത്ത ആളുകളാണ്, പലരും വിവേകത്തോടു കൂടെയല്ല പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളെ കൊന്നെടുക്കും എന്ന് പറഞ്ഞപ്പോൾ മഹാനാകുന്ന ഉർവ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങളെ ആ ആളുകൾക്ക് അവർക്കുള്ള എല്ലാത്തിനേക്കാളും അവരുടെ ഭാര്യമാരെക്കാളും സർവ്വതിനേക്കാളും അവർക്ക് എന്നോട് വലിയ സ്നേഹമാണ്, അതുകൊണ്ട് ഞാൻ അവരിലേക്ക് തന്നെ മടങ്ങിപ്പോകാം എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ദിവസം അവിടെ നിന്ന് മഹാനുഭാവൻ മടങ്ങുകയാണ്. നാട്ടിലേക്ക് എത്തുന്നത് ഒരു വൈകുന്നേര സമയത്താണ്. അവരെ പ്രിയപ്പെട്ട ജനങ്ങളെല്ലാം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് പിറ്റേ ദിവസം സുബഹി സമയമായപ്പോൾ മഹാനുഭാവൻ തന്റെ വീടിന്റെ മട്ടുപ്പാവിൽ കയറിയിട്ട് ബാങ്ക് വിളിക്കുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ പ്രകോപിതരായ ജനങ്ങൾ മഹാനുഭാവന് നേരെ, തൻ്റെ പ്രിയപ്പെട്ട തങ്ങൾ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ടവർക്ക് നേരെ തങ്ങളുടെ മതമല്ലാത്ത മറ്റൊരു മതത്തിന്റെ പ്രവർത്തനം നടത്തിയപ്പോൾ കലിപൂണ്ട ജനങ്ങൾ അദ്ദേഹത്തെ അമ്പെയ്തുകൊണ്ട് കൊല്ലുകയാണ്. ഈ സംഭവം കഴിഞ്ഞപ്പോൾ അവർക്കിടയിൽ തന്നെ വല്ലാത്ത പ്രയാസമായി. വേണ്ടില്ലായിരുന്നു എന്നെത്തിയപ്പോൾ അവരിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഒരു സംഘത്തെ നിയോഗിച്ചിട്ട് മദീന എന്ന് പഠിക്കാൻ വേണ്ടി പോകണം, മുഹമ്മദിന്റെ മതത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോകണം എന്ന് പറയുകയും പറഞ്ഞയക്കുകയും നിബിധങ്ങൾ അരികിലെത്തിയിട്ട് പഠിക്കാൻ വേണ്ടി വന്ന ആളുകൾക്ക് ഒരു ടെന്റ് കെട്ടിയിട്ട് മദീന പള്ളി വീക്ഷിക്കുന്ന വിധത്തിൽ അവർക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോഴും തങ്ങൾ മതത്തിലേക്ക് ചേക്കാറാൻ വേണ്ടി അവരെ നിർദ്ദേശിക്കുക പോലും ചെയ്തില്ല. അവർ മദീനയുടെ കൾച്ചർ പഠിച്ചു, മദീനയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി, അവിടുത്തെ ആളുകളുടെ സ്നേഹമറിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിൽ ഈമാനിന്റെ ആവേശം മുട്ടുകൊട്ടുകയാണ്. അങ്ങനെയാണ് നിബിധങ്ങളോട് പറഞ്ഞു, തങ്ങളെ ഞങ്ങളും ഇസ്ലാമിലേക്ക് കടന്നു വരണം, ഇസ്ലാമിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ മതത്തിന്റെ പ്രവർത്തനങ്ങൾ എത്ര മനോഹരമാണ്, ഞങ്ങൾ ഇതിലേക്ക് കടന്നു വരികയാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ദൈവങ്ങൾ, അവർ അതുവരെ ആരാധിച്ചിരുന്ന ദൈവങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ തങ്ങൾ നിർദ്ദേശിക്കുകയും അവർ സമ്മതിക്കുകയും നാട്ടിലേക്ക് തിരിച്ചു മടങ്ങുന്ന സമയത്ത് അവർക്കിടയിൽ മഹാനരാകുന്ന ഉസ്മാൻ ഇബ്നു അബുൽ ആസ് തങ്ങളെ നേതാവാക്കുകയും ആ നാട്ടുകാർക്ക് സർവ്വതും പഠിപ്പിച്ചു കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ മഹാനുഭാവന് കൊടുക്കുകയും ചെയ്യുകയാണ്.
അങ്ങനെ നാട്ടിലേക്ക് പോകുന്ന സമയം ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, തങ്ങളെ എനിക്കൊരു പ്രയാസമുണ്ട്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പെയിൻ വരാറുണ്ട്, ഒരു വേദന വരാറുണ്ട്. ആ വേദന വരുന്ന സമയത്ത് വലിയ പ്രയാസമാണെന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, അതൊക്കെ നിങ്ങളെ കൈ ഏത് ഭാഗത്താണോ വേദനയുള്ളത് അവിടെ വെച്ചിട്ട് 3 പ്രാവശ്യം ബിസ്മില്ലിട്ട് 7 പ്രാവശ്യം അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റത്തിഹി മിൻ ശദ്ദി മാ അജിദു വഉഹാദിർ എന്നുള്ള ദിക്ർ ചൊല്ലി മന്ത്രിച്ചാൽ നിങ്ങളെ ഒരു വേദന മാറും എന്ന് പറയുകയും ആ നിർദ്ദേശം അനുസരിച്ച് മഹാനുഭാവൻ പ്രവർത്തിക്കുകയും തൽഫലമായിട്ട് വലിയ രക്ഷ കിട്ടുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇരിക്കട്ടെ, അങ്ങനെ ഈ മഹത്തുക്കളായ ആളുകൾ നാട്ടിലേക്ക് എത്തിയപ്പോൾ നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇവർ പറഞ്ഞു, ഞങ്ങൾ എത്തിപ്പെട്ട നാട് എന്ന് പറയുന്നത് ലോകത്ത് അത്രമാത്രം സന്തോഷകരമായ നാട് ഞങ്ങൾ കണ്ടിട്ടില്ല, ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യന്റെ മുന്നിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് തുടങ്ങിയ വിശദീകരണങ്ങൾക്ക് മുന്നിൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇസ്ലാമിന്റെ ശുദ്ധിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ആ നാട്ടുകാരുടെ മനസ്സിൽ ഇസ്ലാമിനോടുള്ള താല്പര്യം ഒട്ടുട്ടു എന്ന് കണ്ടപ്പോൾ ഈ കൂട്ടർ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിം ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒന്നുകൂടെ ആവേശം കൂടി. നേരത്തെ മഹാരാകുന്ന ഉറവ റളിയല്ലാഹു തങ്ങൾ കാട്ടിയതുപോലെ പെട്ടെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ നാട്ടിൽ ഇസ്ലാമിന്റെ യശസ്സും ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളും കാണുമായിരുന്നില്ല. പക്ഷെ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ കണ്ടില്ലേ നിങ്ങൾ? ഇങ്ങനെയാണ് ലോകത്തൊക്കെ ഇസ്ലാം പടർന്ന് പന്തലിച്ചിട്ടുള്ളത്. അതല്ലാതെ വാളുകൊണ്ടോ അതില്ലെങ്കിൽ പോക്കിരിത്തരം കാട്ടിയിട്ടോ അല്ല എന്നുള്ളത് ചരിത്രം പഠിച്ച ആളുകൾ പറയുമ്പോഴെങ്കിലും മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.